ഈ റോഡ് എല്ലാത്തിനും ഇടുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാറമടയാണ്. അത് നമ്മൾ എന്തേലും കൊടുത്താലും അത് തിന്നോണ്ടേയിരിക്കും. നമ്മുടെ പാത്രത്തിലേക്ക് ഫുള്ള് തീർന്നു കേട്ടോ. എൻട്രി ടിക്കറ്റ് 50 രൂപയാണ് കേട്ടോ. എന്തേരം എണ്ണ നോക്കി. കാലിലുള്ള ആ ഒരു കീടാണുക്കളെയൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നാണ് പറയുന്നത്. അതിന് ഒരു മടുപ്പില്ല തിന്നാൻ. സത്യം പറഞ്ഞാൽ 25 രൂപയുടെ കാര്യമേ ഉള്ളൂ 4 പേരുണ്ടെങ്കിൽ. കൊള്ളാം. ഇത് മീൻ കൊടുക്കാനുള്ള തീറ്റയാണ് കേട്ടോ. സൂപ്പർ. ഹേ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് വില്ലേജിലാണ്. അതായത് KPM ടൂറിസ്റ്റ് വില്ലേജ്. വാഗമൺ എന്നാണ് പറയുന്നതെങ്കിലും പ്രോപ്പർ സ്ഥലം കുമരികുളം എന്ന് പറയും. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതാ ഈ കാണുന്നതാണ് ആ ടൂറിസ്റ്റ് വില്ലേജ്. ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, KPM ടൂറിസ്റ്റ് വില്ലേജ്. അപ്പം വന്ന വഴിയും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാറമടയാണ്. ഇവിടെ മിറ്റിൽ അറിയാമല്ലോ, പാറമട കല്ല് പൊട്ടിച്ച് മിറ്റിൽ സ്റ്റോർ ചെയ്ത് അത് സെയിൽ ചെയ്യുന്ന, ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന സ്ഥലം. അപ്പം അത് പഴയ പാറമട ഇവർ ഒരു ടൂറിസ്റ്റ് വില്ലേജായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊത്തിരി എന്നാ പറയുന്നത്, റീൽസിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കാണാം എന്നുള്ള രീതി വന്നതാണ്. ഉച്ചയ്ക്കൊരു അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൂര്യൻ്റെ ഇതും കൂടെ വരുമ്പോൾ ഇതല്ലേ. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് സ്ഥലം, KPM ടൂറിസ്റ്റ് വില്ലേജ്. പക്ഷേങ്കിൽ ഒരു ചെറിയ പണി കിട്ടിയെന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ മ്യൂസിക് ഓൺ ചെയ്തിട്ടിരിക്കുക, സിനിമാ പാട്ടാണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് മുന്നോട്ട് പോകാം. എൻട്രി ടിക്കറ്റ് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ KPM ടൂറിസ്റ്റ് വില്ലേജ് മറക്കണ്ട. നൈസ് ഒരു ആംബിയൻസ് ആണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാം പൂന്തോട്ടങ്ങളൊക്കെ അവർ ക്രമീകരിച്ച് സെറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് എന്താണേലും മുന്നോട്ട് പോകാം. അപ്പോഴേ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് വല്ലതും പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപടി തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ എന്താണേലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഓരോരോ സെക്ഷനിലൊന്ന് കയറി ഇറങ്ങാം. മീനിനെ പിടിക്കരുത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വലിയ മീനെ കാണണം. അതിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അരാപ്പയ്മ അല്ലേ, അരാപ്പയ്മ. അപ്പോൾ അതിൻ്റെ ചെറിയതാ അല്ലേ, ചെറുത്. ഇവിടെ ഇതുണ്ട്, ഒന്ന് കിടക്ക അനങ്ങാതെ ഉറങ്ങുവാന്ന് തോന്നുന്നു. 3 എണ്ണം ഉണ്ട്. ഇത് വേറൊരു ഇത് മീനാണ് കേട്ടോ. അത് ഫുൾ ആക്റ്റീവാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ആദ്യമേ കാണുന്നത് ഈ 3 വെറൈറ്റി മീനുകളെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു പരിപാടി ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കാം. ഈ കാണുന്ന മറ്റേ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, അതായത് നമ്മൾ റീൽസിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ അവർ മുഖത്ത് വെച്ചിട്ട് അവരിങ്ങനെ മറിഞ്ഞു പോകുന്നു, തിരിഞ്ഞു പോകുന്നു, അതിൻ്റെ ഉള്ളിലൂടെ കാണുമ്പോൾ ഉള്ള ഒരു വിഷ്വൽ കാണുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു മുഖത്ത് വെക്കുന്ന ആ ഒരു മെഷീൻ, അതിൻ്റെ എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല, ആ സാധനമാണത്. അപ്പം ഇത് വെറൈറ്റി ഒരു സംഭവമാണ്. അതായത് ഇത് കാല് മസാജ് ചെയ്യുന്നതാണ്. മസാജ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനാണ്. മസാജിങ് ഒന്നുമല്ല, അതിന് പറഞ്ഞ് ഫിഷ് സ്പാ എന്നാണ് അതിന് പറയുന്നത്. ഫിഷ് സ്പാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മീന് കാലിലുള്ള എന്തായാലും പറയുന്നത് ദശയോ അങ്ങനെ എന്തോ നമ്മളുടെ കാലിലുള്ള ആ ഒരു കീടാണുക്കളെയൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഫിഷ് സ്പാ എന്നാണ് പറയുന്നത്. മീൻ നമുക്ക് കാല് മസാജ് ചെയ്ത് തരും. എന്താണ് നമുക്ക് ഇവിടെ വേറൊരു വെറൈറ്റി സംഭവം ഉണ്ടേ, അത് നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട് സാധനം. ഇതാണ്. ഇത് താറാവ് കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്നു. താറാവ് കുഞ്ഞുങ്ങളാണോ അതോ ഇനി വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഇത് താറാവല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് മുയലും കുഞ്ഞുങ്ങളാണ്. ഇതുപോലുള്ള കുറേ വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. ഇതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല.
ഇവനെ അറിയാം, പൂങ്കോഴിയാണ്. പൂങ്കോഴിയാണെന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ, നല്ല വലിപ്പമാണ്. വീഡിയോ കാണുന്ന പോലൊന്നുമല്ല. അതിൻ്റെ പുറയിലൊരു ടർക്കി കോഴിയുണ്ട്, ഇത് ഈ കാണുന്നത്. ഇത് ടർക്കി കോഴിയുടെ വേറൊരു സെക്ഷൻ. ഇത് എമ്മു എന്ന് പറയുന്നതാണ്. സംഭവം കൊള്ളാം. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് 100 രൂപ കൊടുക്കേണ്ട വന്നു. അതായത് ഒരാൾക്ക് 25 രൂപ, 4 പേരും കൊണ്ടെങ്കിലേ അവർ ആ ബോട്ടേ കയറ്റത്തുള്ളൂ. ഞാൻ 100 രൂപ കൊടുത്തിട്ട് ഒരൊറ്റ ടിക്കറ്റ് ഇങ്ങ് എടുത്തു. അതാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോവാം. അപ്പം ഈ കാണുന്നത് ഒരു ചെറിയൊരു തടാകം പോലെയാണ്. ഇത് ആൾക്കാർ അവിടെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ കാണുന്നത് കൊട്ടവഞ്ചികളാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കളർ മീനുകളാണ്, നമുക്ക് കാണാം. അപ്പം നമുക്കിനി നേരെ പോയി അവത്തിലോട്ട് കയറാം. അപ്പം ഇവിടെയും ജാക്കറ്റ് മസ്റ്റാണ്. അപ്പോൾ എനിക്കുള്ള കൊട്ടവഞ്ചി വന്നു, അത് അവിടെ ഇരിക്കാൻ എന്നോട് പറഞ്ഞു. ഇത് കൊട്ടവഞ്ചി അല്ല, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കൊട്ടവഞ്ചി പോലൊരു സാധനം. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതാ ആ കാണുന്ന ബോട്ടിലെല്ലാം ഒത്തിരി പേരുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. അപ്പം നമുക്ക് മീനെ കാണണം, അതാണ് മെയിൻ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് മീൻ കൊടുക്കാനുള്ള തീറ്റയാണ് കേട്ടോ. അപ്പോൾ പതുക്കെ കൊട്ടവഞ്ചി എടുത്തു തുടങ്ങി. ഇതാണ് നമ്മളുടെ ചേട്ടൻ. സംഭവം കൊള്ളാം കേട്ടോ. ഇതാ അവിടെ കേട്ടോ, അവർ മീൻ തീറ്റ കൊടുത്തു തുടങ്ങി. ഇഷ്ടംപോലെ മീൻ വന്നു. അപ്പം ഞാനും പതുക്കെ തീറ്റ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലോട്ട് വന്നു. അപ്പം ഞാൻ പതുക്കെ നമ്മുടെ തീറ്റ പാത്രത്തിൽ കൈയിട്ടു, കുറച്ച് തീറ്റ എടുത്തു. ചെറിയൊരു പേടിയുണ്ടോ അല്ലെ കടി കിട്ടുമെന്നുള്ളത്. എന്നാലും രണ്ടും കൽപ്പിച്ച് കൊടുത്തു. ആദ്യമൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു, കാരണം അത് തീറ്റ മേടിക്കാൻ വേണ്ടുന്നതാണ്, വേറെ ഒന്നിനും വേണ്ടുന്നതല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടുന്നതല്ല. കൊള്ളാം, അടിപൊളി എക്സ്പീരിയൻസാണ്. ചെറിയൊരു പേടി വരും കൊണ്ട് നമ്മൾ ഓർക്കും ഇത് കടിക്കുമെന്നോ, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അത് നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അത് വന്ന് തീറ്റ മേടിക്കുന്നു, അടുത്ത ആൾക്കാരും വന്ന് മേടിക്കുന്നു, അങ്ങനെ ആൾക്കാർ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. സംഭവം അടിപൊളിയാണ്, നല്ല കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമേയൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു, പിന്നെ പേടിയെല്ലാം അങ്ങ് പോയി. മീനുമായിട്ട് ഭയങ്കര കൂട്ടായ പോലെ ആയിപ്പോയി. ഇത് സത്യം പറഞ്ഞാലേ ഇത് ഒത്തിരി ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി ഉണ്ട്. ആർത്തി പിടിച്ച്, അതായത് നമ്മുടെ കൈ കടിച്ച് പറിച്ചോണ്ട് പോകുന്ന പോലെയാണ് വരുന്നത്. പക്ഷേങ്കിൽ അത് തീറ്റ മേടിക്കാൻ വരുന്നതാണ്. ഇതിൻ്റെ ആംബിയൻസ് ആണ് കിട്ടും. ഇതൊരു പാറമടയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫുള്ള് ഒരു പാറമട അവരത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടില്ലേ മീൻ കിടന്ന് തീറ്റയ്ക്ക് വേണ്ടി നിൽക്കുക. ഞാൻ പിന്നെ തീറ്റ കൊടുത്തോണ്ടേ ഇരിക്കണം, എങ്കിൽ അത് അല്ലെങ്കിൽ അടുത്ത ബോട്ടിന് അങ്ങോട്ട് പോകും. ഇതുണ്ടോ ആൾക്കാരപ്പുറത്ത് കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഇത് കിടുവാണ് കേട്ടോ. ഏകദേശം 5000 മീനുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കാണുമായിരിക്കും, ആർക്കറിയാം. എന്താണേലും മീന് നമ്മുടെ പുറകെ തന്നെയുണ്ട്. കിടുവാട്ടോ, നല്ല രസമാണ്. മീൻ ഇങ്ങനെ നമ്മുടെ പുറകെ നിൽക്കുക തീറ്റയ്ക്ക് വേണ്ടി. അതിന് ഒരു മടിയില്ലെന്നുള്ളതാണ്. അതായത് എന്തേലും കൊടുത്താലും തിന്നും. ഇത് മൊത്തം ഇപ്പം നമ്മളെ കുളിപ്പിക്കും. അതായത് ദേഹത്തെല്ലാം വെള്ളം അടിച്ച് തെറിപ്പിച്ചു. അതുപോലെ മീനാ. തീറ്റ എന്നുള്ളതാണോ, മൊത്തം മോന്തിക്ക് വെള്ളമായി. സംഭവം കൊള്ളാം കേട്ടോ. ഈ ആംബിയൻസ് ആണ് ഒന്നുകൂടെ, അതായത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വ്യൂ ആണ്, കിടുവാണ്, നൈസാ. എന്തേരാണോ നോക്കി, അത് നമ്മൾ എന്തേരം കൊടുത്താലും അത് തിന്നോണ്ടേയിരിക്കും. നമ്മുടെ പാത്രത്തിലേക്ക് ഫുള്ള് തീർന്നു കേട്ടോ. എന്നാലും ഇഷ്ടം പോലെ നമ്മൾ അതിനൊരു മടുപ്പില്ല തിന്നാൻ. എല്ലാത്തിനും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. ഇതിനെ പണിയെടുപ്പിക്കണമെന്നാണ് പറഞ്ഞത് ചേട്ടൻ. സൂപ്പർ. അങ്ങനെ ഞാൻ ആ ഫുള്ള് തീറ്റയും മീനും കൊടുത്തു. അത് മീൻ ആസ്വദിച്ച് തിന്ന് എൻ്റെ തീറ്റ തീർന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും അടുത്ത സ്ഥലത്തോട്ട് നൈസായിട്ട് പോയി. അപ്പം നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുള്ളൊന്ന് കറങ്ങാം. കയ്യിൽ സീറ്റില്ലാത്തതുകൊണ്ട് മീൻ അതിൻ്റെ പാട്ടിന് പോയി, അടുത്ത ആൾ തപ്പിപ്പോയി. അപ്പം നമുക്ക് എന്താണേലും ഇവിടെ നിന്ന് ഫുള്ള് ഒന്ന് കറങ്ങാം. അങ്ങനെ അവിടുന്ന് നേരെ വെളിയിലിറങ്ങി. അപ്പം സൈഡ് തീർത്ത് നടന്നു തുടങ്ങി. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്, നൈസാണ്, സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ 25 രൂപയുടെ കാര്യമേ ഉള്ളൂ. 4 പേരുണ്ടെങ്കിൽ കൊള്ളാം, അടിപൊളിയാണ്. ഇവിടുത്തെ ആംബിയൻസ് ആണ്, അതായത് നല്ല രീതിയിൽ അവർ അതൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ സിനിമ പാട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കൊരു പണി കിട്ടിയത്. അതുകൊണ്ട് ആ പാട്ടിനൊത്ത് പിള്ളേരെ എടുത്ത് ഡാൻസ് കളിക്കുകയാണ്. അതായത് കുഞ്ഞു പിള്ളേർക്ക് അവർ എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്.
അതായത് പിള്ളേർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. ഇതുണ്ട് ചെറിയൊരു റാമ്പിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ സൈഡിലൊക്കെ നൈസ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ് സംഭവം, കൊള്ളാം, അടിപൊളിയാണ്, നൈസ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാലേ, ഇവിടുന്ന് തന്നെയാണോ ഇനി വേറെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ആയിരിക്കും. ഇവിടുത്തെ മീനെ പിടിച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു വേറൊരു സൈഡിൽ നിന്നുള്ളൊരു ആംബിയൻസ്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ മീൻ പിടിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ പറഞ്ഞു തന്നെ ഇവിടുന്ന് തന്നെ ആകാനാണോ അറിയില്ല, എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെന്നൊരു കമൻറ്റ് ചെയ്യാം. ഇത് മീൻ പിടിക്കാനുള്ളൊരു സെറ്റപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. പൂക്കൾ പറിക്കരുതെന്ന് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നൈസ് ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഈ കാണുന്നതാണ് ഇവരുടെ ഫുഡ് കോർട്ട്. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ, KPM ലൈവ് ഫുഡ് കോർട്ട്. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം എന്താണെങ്കിലും ഇത് ഫുള്ളൊന്ന് കയറി കറങ്ങി വരാം. ഞാനൊരു ചായയും ഒരു ബോളിയും കഴിച്ചു. അപ്പം KPM ടൂറിസ്റ്റ് വില്ലേജ് നൈസൊരു ആംബിയൻസ് ആണ് കേട്ടോ, പറയാതെ വയ്യ. കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. KPM ടൂറിസ്റ്റ് വില്ലേജ്. അപ്പം ഇവിടെ എങ്ങനെ വരണമെന്ന് കറക്റ്റായിട്ട് പറയാം. കട്ടപ്പന പോകുന്ന റൂട്ട്, ബസ്സിന് വരുന്ന കാര്യം ഞാൻ പറയുന്നത്. കട്ടപ്പന റൂട്ടിൽ ഏലപ്പാറയിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലമില്ലേ, ചപ്പാത്തിയിൽ നിന്നും അടുത്ത സ്ഥലം പരപ്പ് എന്ന് പറയും. പരപ്പ് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കുമരികുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പരപ്പിൽ നിന്ന് നമ്മൾ വാഗമണ്ണ്, കോട്ടയം അല്ലെങ്കിൽ പാല, ഈരാറ്റുപേട്ട പോകുന്ന റൂട്ടുണ്ട്. പരപ്പ് പ്രോപ്പർ സ്ഥലം. പരപ്പ് വന്നിറങ്ങുക, കുമരികുളത്തിന് വരിക. ബസ്സിന് വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കുമരികുളം വന്നിറങ്ങുക. അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ വന്നിറങ്ങുക. അവിടുന്ന് ഒരു 50 മീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന KPM ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസാണ്. ഇതൊന്ന് നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു വാട്ടർഫോൾ. അപ്പം ഇതിൻ്റെ ആംബിയൻസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ടോട്ടലി സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാനും ഇവിടുന്ന് ഫുഡ് അടിക്കാനും ഒക്കെ കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.